കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് അഭാജ്യ ഘടകങ്ങൾ, അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്ക് കുറച്ച് നമ്പേഴ്സ് തരും, ആ നമ്പേഴ്സിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 242 എന്നാണ് തന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് 242ൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പം നമുക്ക് 242നെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാം. എങ്ങനെ ഫാക്ടേഴ്സ് ആക്കുക? ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് 1 2 1 എന്ന് കിട്ടും. 1 2 1 എന്ന് കിട്ടിയിട്ട് നമ്മൾ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതിന് നമുക്ക് 11 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിൽ 2 കൊണ്ടോ 3 കൊണ്ടോ 5 7 ഒന്നും പറ്റൂല. നെക്സ്റ്റ് 11 ആണ് കഴിയുക. അപ്പം നമ്മൾ 11 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടും. 11 വീണ്ടും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 1 കിട്ടുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇതിലെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എല്ലാ ഫാക്ടേഴ്സ്, ഓൾ ദി ഫാക്ടേഴ്സ് പറഞ്ഞത് അല്ലേ. അതായത് എല്ലാ ഫാക്ടേഴ്സും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്ക്, ഇവിടെ നമുക്ക് 242 ഫാക്ടേഴ്സ് 2 ഉണ്ട്, 11 ഉണ്ട്, 2 × 11 × 11 × 1 ഇങ്ങനെയല്ലേ കിട്ടിയത്. അപ്പം നമ്മൾ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് കേട്ടോ. അതായത് ഫസ്റ്റ് ഞാൻ ഈ 2 ഇതാ, ആ 2 എഴുതി. ഓക്കെ, ഇനി ഈ 2നെ ഒരു 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആകെ ഒരു 2 അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഇങ്ങനെ എഴുതാം. ഇപ്പോൾ നമുക്ക് 2 11 ഇല്ലേ, 11 × 11. ഇതിൽ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു അല്ലേ, 2 കൊണ്ട് ഗുണിക്കുന്നു. ദെൻ 1 കൊണ്ട്, 1 അവിടെ നിന്നോണ്ട് 1 നമ്മൾ എഴുതണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് 1 എന്ന് എഴുതും. പിന്നെ നമുക്കറിയാം ഒരു 11 മാത്രം ആവുമ്പോൾ അത് നമ്മൾ 11 എഴുതിയാൽ അത് 11 ആണ്. പിന്നെ നമുക്ക് 11 × 11 കിട്ടും അല്ലേ. 11 × 11 = നമുക്ക് 121 അല്ലേ, 121 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ ഒറ്റൊന്നും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. ഇനി ഈ 2 ഉണ്ടല്ലോ, 11 അല്ലാത്ത അടുത്ത പ്രൈം ഫാക്ടർ 2 അല്ലേ. ഈ 2നെ ഈ കിട്ടിയ ആൻസർ കൊണ്ടൊക്കെ ഗുണിക്കാം. അപ്പം നമുക്ക് 1 × 2, അതുപോലെ 11 × 2, അതുപോലെ 121 × 2 അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ 2 എന്ന് കിട്ടും, ഇവിടെ 22 എന്ന് കിട്ടും, ഇവിടെ 242 എന്ന് കിട്ടും. ഇപ്പം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഫാക്ടേഴ്സ് ആയിട്ട് വരിക. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? 1 11 121 222 242. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാക്ടേഴ്സ്. ഇതിൽ നമ്മൾ ടേബിൾ ആക്കിയിട്ട് എഴുതുകയാണെങ്കിൽ നമ്മൾ 2 ഇല്ലാത്തതായിട്ട് എഴുതേണ്ടത് ഇതിനെയൊക്കെയാണ്. 2 ഇല്ലാത്ത ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ എഴുതും. പിന്നെ ഒരു 2 ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫാക്ടേഴ്സ് എഴുതുന്നത് ഇതിനെയൊക്കെ ആയിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ 255 ഫസ്റ്റ് ഫാക്ടേഴ്സ് ആക്കാണ് കേട്ടോ. അപ്പം നമുക്ക് 255 അല്ലേ, ഇതിനെ ഫാക്ടേഴ്സ് ആക്കാണ്. 5 കൊണ്ട് ചെയ്യാം. അപ്പം നമുക്ക് 200 കിട്ടും. ഇതിനെ 5 കൊണ്ട് ചെയ്താൽ ഇതിനെ നമുക്ക് 2 കൊണ്ട് ചെയ്യാം അല്ലേ. സോറി ചെറിയൊരു മിസ്റ്റേക്ക്. ഓക്കെ, ഇത് നമ്മൾ 5 കൊണ്ട് ചെയ്താൽ നമുക്ക് 51 എന്നാണ് കിട്ടുക അല്ലേ. 51നെ നമുക്ക് ഇതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 3 കൊണ്ടാണ്. അപ്പോൾ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുക 17 എന്നാണ് കിട്ടുക ആൻസർ. 17 നമ്മൾ ഇനി ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക? കഴിയൂല അല്ലേ, ബിക്കോസ് 17 ഒരു പ്രൈം നമ്പറാണ്, അതായത് അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ നമുക്ക് 17 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 1 എന്ന് ആൻസർ കിട്ടും. 1 എന്ന് കിട്ടിയാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇനി നമ്മൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 5 × 3 × 17 ആണ് നമുക്ക് എന്ത് 251 കിട്ടാം. ഇനി നമ്മൾ നോക്കട്ടോ, ഇവിടെ ഒരു 5 അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് 1 എന്തായാലും ഫാക്ടറാണ്. പിന്നെ നമുക്ക് ഒരു 5 മാത്രമല്ല ഈ ഇത്. ഇപ്പം നമുക്ക് ഫാക്ടേഴ്സ് 1 ഉണ്ട്, 5 ഉണ്ട് അല്ലേ. ഇനി ഈ 5നെ 3 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും?
അപ്പോൾ നമുക്ക് കിട്ടുക 1 × 3 അതേപോലെ 5 × 3 വരും. 1 × 3 3 5 × 3 എന്താണ് 15 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ഈ 3നെ ഈ 17 കൊണ്ട് ഗുണിക്കുക. ഈ സിക്ക് 3ക്ക് കിട്ടിയിട്ടുള്ള ആൻസേഴ്സിനേക്ക് 70 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ നമുക്ക് 3 × 17 കിട്ടും, അതേപോലെ 15 × 17 കിട്ടും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആൻസർ വരിക? നമുക്ക് 51 കിട്ടും അല്ലേ, 51. ഇവിടെ നമുക്ക് 255 കിട്ടും. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളതിൽ നമ്മൾ 5നെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു, പക്ഷെ നമ്മൾ 5നെ 17 കൊണ്ട് ഗുണിച്ചില്ലല്ലോ, ഇല്ല. അപ്പോൾ നമ്മൾ ഇതിനെ ഇതുകൊണ്ട് ഗുണിച്ചു, കിട്ടിയ ആൻസറിനെ ഇതുകൊണ്ട് ഗുണിച്ചു അല്ലേ. പക്ഷെ നമ്മൾ 5നെ ഇതുകൊണ്ട് ഗുണിച്ചിട്ടില്ല. അതും ഒരു ഫാക്ടർ ആണ്, ബിക്കോസ് ഇത് വ്യത്യസ്തമായിട്ടുള്ള ഫാക്ടർ അല്ലേ. അപ്പോൾ നമ്മൾ 5ന് നമുക്ക് 1ഉം 5 കിട്ടിയത്. ആ 1നെ 1 × 17 അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയ ഈ 5 ഉണ്ടല്ലോ, ആ 5 × 17 ചെയ്യും. അപ്പോൾ നമുക്ക് 1 × 17 നമുക്ക് 17 കിട്ടും അല്ലേ. അതേപോലെ 5 × 17 നമുക്ക് എത്ര കിട്ടുക? 85 അല്ലേ, 85 കിട്ടും. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സ് നോക്ക്. ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ആൻസറും ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ആൻസറും അതുപോലെ ഇവിടെ കിട്ടിയിട്ടുള്ള ആൻസറും അതുപോലെ ഇതൊക്കെയാണ് നമ്മുടെ ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? അതായത് ഒരു 5 മാത്രമുള്ളത് 3ഉം ഇല്ല 17ഉം ഇല്ലാത്ത ഫാക്ടേഴ്സാണ് ഇത്. 1ഉം 5ഉം 3ഉം 17ഉം ഇല്ലാത്ത ഫാക്ടേഴ്സ് നമ്മൾ എഴുതി. ഓക്കെ, ഇനി 5ഉം 3ഉം മാത്രമുള്ള ഫാക്ടേഴ്സ് എഴുതാം. 5ഉം 3ഉം മാത്രമുള്ള ഫാക്ടേഴ്സാണ്. അതായത് 5ഉം 3ഉം എന്ന് പറഞ്ഞാൽ 5ൻ്റെ ഫാക്ടേഴ്സും അതുപോലെ നമ്മുടെ 3യുടെ ഫാക്ടർ, ഇത് രണ്ടും കൂടെ കൂടിയിട്ടുണ്ടാവുന്ന ഫാക്ടേഴ്സ് ഇല്ലേ, അത് എഴുതാം. അതാണ് 3ഉം 15ഉം എഴുതി. ഇനി ഇത് രണ്ടും പിന്നെ മൂന്നാമത്തതും കൂടെയുള്ള ഫാക്ടേഴ്സ് എഴുതാം. അതാണ് നമ്മുടെ ഇവിടെയുള്ള 51ഉം 255. ഇനി നമുക്ക് 5ഉം ഈ 3 ഇല്ലാതെ ഇത് ബാക്കിയുള്ളതുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? ഇവിടെയുള്ള 17ഉം 85 കിട്ടും. ഇനി നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മൾ വിചാരിക്കും പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാത്തിനും നമ്മൾ 5ന് എടുത്തില്ലേ ഉണ്ടല്ലോ, നമുക്ക് 3ക്കും 17നും മാത്രം ഫാക്ടേഴ്സ് ഉണ്ടാക്കാമല്ലോ. 5നെ കൂട്ടാതെ നമ്മൾ 3നെ കൂട്ടാതെ 17നെ കൂട്ടിയിട്ട് ഫാക്ടേഴ്സ് ഉണ്ടാക്കിയില്ലേ. അതാ 3നെ കൂട്ടാണ്ട് നമ്മൾ 5ഉം 7ഉം ഒറ്റയ്ക്ക് ഫാക്ടേഴ്സ് പോയി ഉണ്ടാക്കിയില്ലേ. അപ്പോൾ നമുക്ക് 5നെ കൂട്ടാണ്ട് 3ക്ക് 17 ഫാക്ടേഴ്സ് ഉണ്ടാക്കാം. അതായത് നമുക്ക് 3 × 17 ഒരു 3 അല്ലേ ഉള്ളൂ. അപ്പോൾ 3 × 17 മാത്രം എടുത്തിട്ട് ഫാക്ടേഴ്സ് ഉണ്ടാക്കാം. 3 × 17 എത്രയാ? 3 × 17 നമുക്ക് കിട്ടുക 51 അല്ലേ. പക്ഷേ ഇത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് കിട്ടാനുള്ള കാരണം അറിയോ? നമ്മൾ ഇവിടെ ഒരു 1 എടുത്തില്ലേ, ഇതിൽ 5 ശരിക്കും ഇല്ല. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ 3 കിട്ടിയിട്ട് ആ 3ന് ഇത് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ ഇത് ഇങ്ങനെയുള്ളൂ. പക്ഷെ നമുക്ക് 2 3 വരികയാണെങ്കിൽ നമുക്ക് ഈ ആൻസർ ഒരുപാട് 51 അല്ലാണ്ട് പിന്നെയും വരും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു 3 മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയ ആൻസർ തന്നെ കിട്ടിയത്. ഒരു 3 അല്ലാതെ ഇനിയും 3 ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേറെ ആൻസർ വരും. ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഇതൊക്കെയാണ് ഫാക്ടേഴ്സ്. ഓക്കെ ആയില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ 400നെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ആക്കുന്നത്. 400 നമ്മൾ ഫാക്ടേഴ്സ് ആക്കുമ്പോൾ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. ഇപ്പോൾ 200 കിട്ടും. ഞാനിതിവിടെ ഇങ്ങനെ എഴുതി തരാം കേട്ടോ. 2 ചെയ്തിട്ട് 100, 215, 2 ചെയ്താൽ 25, പിന്നെ 5 കൊണ്ട് 5, പിന്നെ 5 1 സ്റ്റോപ്പ് ചെയ്യാം അല്ലേ.
ഇപ്പോൾ നമ്മൾ കിട്ടിയ ഫാക്ടേഴ്സിന് എഴുതുകയാണ് കേട്ടോ. അപ്പം നമ്മൾ എഴുതുമ്പോൾ നമുക്ക് 2 × 2 × 2 × 2 × 5 × 5. ഈ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, 2ൻ്റെ ഫാക്ടേഴ്സിന് എഴുതും അല്ലേ. അപ്പോൾ നമ്മൾ 1 എഴുതും, 2 എഴുതും, 2 × 2, അല്ലെങ്കിൽ 1 എഴുതിയില്ല 1 എഴുതുമ്പോട്ടെ, 2 × 2, 2 × 2 എഴുതും, പിന്നെ 3 2കൾ എഴുതും, പിന്നെ 4 2കൾ എഴുതും അല്ലേ. അപ്പം നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? ഇവിടെ 1 കിട്ടും, ഇവിടെ 2 കിട്ടും, 4 കിട്ടും, 8 കിട്ടും, 16 കിട്ടും. ഇനി നമ്മൾ ഇവിടെയുള്ള ഒരു 5 ഇല്ലേ, ഒരു 5നെ ഇതൊക്കെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് 1 × 5 ഉണ്ട്, 2 × 5 ഉണ്ട്, 4 × 5 ഉണ്ട്, 8 × 5 ഉണ്ട്, അതുപോലെ 16 × 5 ഉണ്ട്. ഈ നമുക്ക് ചെയ്യാം, ഒന്നെങ്കിൽ ഈ ആൻസറിനെ 5 കൊണ്ട് ചെയ്യാം, ഇതിൻ്റെ കിട്ടുന്ന ആൻസേഴ്സിനെ 5 കൊണ്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് സംഭവത്തിൽ 1 × 5 നമ്മൾ ചെയ്ത്. അപ്പോൾ ഒരു 5 അല്ലേ ഇവിടെ ഉള്ളൂ, നമുക്ക് 2 5നെ കൊണ്ട് ചെയ്യാം. അതാണ് × 5. ഇവിടെ 2 × 5 × 5, പിന്നെ 4 അല്ലേ ഇവിടെ ഉള്ളത്, 4 × 5 × 5. അങ്ങനെ 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 വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇപ്പം ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും ഈ ആൻസറിനെ ഈ രണ്ടാമത്തെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറും സെയിം ആയിരിക്കും. അപ്പം നമുക്ക് പിന്നെ എന്ത് ചെയ്യാലും ഇവിടെ ആൻസർ കണ്ടുപിടിച്ചിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പം ഇതൊക്കെ മായ്ക്കുണ്ട്. ഓക്കെ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇതുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ നമുക്കിവിടെ 5 ഉണ്ട്, 10 വരും, ഇത് നമുക്ക് 20 വരും, പിന്നെ 40 വരും, പിന്നെ 18 വരും അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യാറിയോ, ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ആൻസർ ഉണ്ടല്ലോ, ഈ ആൻസർ നമ്മൾ രണ്ടാമത്തെ 5 കൊണ്ട് ഗുണിക്കും. അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് 5 × 5, 10 × 5, 20 × 5, 40 × 5, 80 × 5 എന്ന് കിട്ടും. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 25, 50, പിന്നെ നമുക്ക് 100 അല്ലേ, പിന്നെ 200, പിന്നെ 140 അല്ല 400. ഇപ്പം നമുക്കിവിടെ കുറേ നമ്പേഴ്സ് കിട്ടിയില്ലേ. ഇതൊക്കെയാണ് നമ്മുടെ ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? 1, 2, 4, 8, 16, 5, 10, 20, 40, 80 ഈ ഓരോ നമ്പേഴ്സ് എഴുതാം. 5, 10, 20, 40, 80, പിന്നെ 25, 50, 100, 200, 400. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതൊന്ന് വലുതിലേക്കൊക്കെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഫാക്ടേഴ്സ് ആയിട്ട് വരിക കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ടേബിളൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ എഴുതാം. നമ്മൾ ഈ 400 കണ്ടുപിടിച്ചത് ഇങ്ങനെയല്ലേ, 2 × 2 × 2 × 2 എന്ന് പറഞ്ഞിട്ട് പിന്നെ 5 × 5 അല്ലേ. നമുക്ക് വേണമെങ്കിൽ ടേബിളൊക്കെ വരയ്ക്കാം. ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കുക, ഇങ്ങനെ 3 കളിയുള്ള ടേബിൾ വരയ്ക്കുക. ആദ്യത്തെ കളിയിൽ നമ്മൾ എന്ത് എഴുതും? നോ 5 എഴുതും. 5 ഇല്ലാതെ 2കളെ എന്തെഴുതും? ആ ഒരു ഫാക്ടേഴ്സുകൾ എഴുതും. ഏതൊക്കെയാണ് 2കളെ ഫാക്ടേഴ്സ്? ഈ ഫാക്ടേഴ്സ് അവിടെ എഴുതും. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അറിയോ? ഒരു 5 ഉള്ളത് 1 5 ഒരു 5 ഉള്ള ഫാക്ടേഴ്സിന് നമ്മൾ ഇവിടെ എഴുതും. ഇവിടെ നമ്മൾ 2 5 ഉള്ള ഫാക്ടേഴ്സിന് എഴുതും. അപ്പോൾ നമ്മൾ ഈ ഒരു ടേബിളിൽ കിട്ടുന്ന നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, ആ നമ്പേഴ്സുകളൊക്കെ ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. നോക്കുമ്പോൾ നല്ലപോലെ അറേഞ്ച് ചെയ്ത് എഴുതാനേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനാണ് കേട്ടോ. താങ്ക് യു.